നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയുമ്പോൾ വെച്ചാൽ വൃശ്ചികം രാശി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ, അതായത് വിശാഖം അനിഴം തൃക്കേട്ട നാളുകാരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത്. ഇതാണെങ്കിലും അല്പം കലഹസ്ഥിതികളൊക്കെ ഉള്ള ഒരു സമയമാണ് ഈ ആഴ്ച. ഈ 1-2 ആഴ്ചക്കാലം ധനമായിട്ട് ബന്ധപ്പെട്ട്, മിത്രങ്ങളായിട്ട്, അതല്ലാതെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരായിട്ട്, അങ്ങനെയൊക്കെ ഉള്ള പല ആൾക്കാരായിട്ടും കലഹിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ, സമയങ്ങളൊക്കെ വന്ന് ചേരും. അതിന് ധനം ഒരു കാരണമാവും, ഒരു സംശയം വേണ്ട. അങ്ങനത്തെ ഒരു സമയമുണ്ട്. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ ത്വക്ക് സംബന്ധമായിട്ട്, ഉദരം വയറ് സംബന്ധമായിട്ട്, നേത്രം സംബന്ധമായിട്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രോഗാവസ്ഥകൾ വന്ന് ചേരും. അങ്ങനത്തെ ഒരു സമയമാണത്. നേത്രമായിട്ട് ബന്ധപ്പെട്ട്, ഉദരമായിട്ട് ബന്ധപ്പെട്ട്, ത്വക്കായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില അസുഖങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ പറയണമെങ്കിൽ പ്രതീക്ഷിക്കാതെ, അപ്രതീക്ഷിതമായിട്ട്, ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ധനാഗമനം ഉണ്ടാകും. ധനം ഏതെങ്കിലും മാർഗേണ നമ്മളിലേക്ക് വന്ന് ചേരും. അങ്ങനൊരു ഭാഗ്യം കൂടിയുണ്ട്. ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. അങ്ങനെ വന്നു ചേരാനുള്ള സൗഭാഗ്യം, സന്ദർഭമൊക്കെ വന്നു ചേരും. പിന്നെ പറയണമെങ്കിൽ വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങളൊക്കെ അങ്ങോട്ട് മാറി സന്തോഷസ്ഥിതിയിലേക്ക് നീങ്ങും സാഹചര്യങ്ങൾ. ചില കലഹങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ദാമ്പത്യ സ്ഥിതിയിൽ ഈ ആളുകാർക്ക്, വിശാഖമനിയത് കേട്ട ആളുകൾക്ക്. അപ്പം അതിൽ നിന്നൊക്കെ മോചനം കിട്ടി ഒരു സന്തോഷസ്ഥിതിയിലേക്ക് മാറും അവസ്ഥ. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ പറയണമെങ്കിൽ വിദേശമായിട്ട് ബന്ധപ്പെട്ട്, വിദേശത്ത് ജോലി നോക്കുന്ന ആൾക്കാർ, വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർ, ജോലി ഉണ്ടായിട്ട് അവധിക്ക് വന്നിരിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഗുണസ്ഥിതിയാണ്. ഇവർക്കൊക്കെ മെച്ചപ്പാടുകൾ ഉണ്ടാവും. സാമ്പത്തിക മെച്ചപ്പാടുകളുണ്ടാവും. ധനമായിട്ട് ബന്ധപ്പെട്ട് ഗുണങ്ങളുണ്ടാവും. സാമഗ്രികൾ വെറുതെ വാങ്ങിച്ച് കൂട്ടാൻ സാധിക്കും. വാഹനം വാങ്ങിക്കാനും കൈമറിക്കാനൊക്കെ സാധിക്കും. ഗൃഹനിർമ്മാണമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉചിതമായിട്ടുള്ള സമയമാണ്. അങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ ഈ നാളുകാർക്ക് ഈ സമയത്ത് വന്നു ചേരും. അങ്ങനൊരു ഗുണം കൂടിയുണ്ട്. പിന്നെ പറയണമെങ്കിൽ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ അപകീർത്തി വന്നു ചേരും. കർമ്മരംഗം, ജോലി രംഗമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ അപകീർത്തി, അപമാനം എന്നിവ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഈ ബുദ്ധിമുട്ട് പറയുന്ന വശങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിലേക്കൊന്നും പോവാതെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ബാധിക്കാതിരിക്കാനുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ്. നമ്മൾ മുൻകരുതലായിട്ട് ഒരുക്കുക. അപ്പോൾ ഇതൊന്നും നമുക്ക് ബാധിക്കില്ല. നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ടും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം എല്ലാവരും. എന്നാൽ മാത്രമേ നമുക്ക് ഗുണങ്ങളും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പറയണമെങ്കിൽ ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ട അത്ര ശുഭകരമല്ല ഈ സന്ദർഭവും സമയമൊക്കെ. ചില വീഴ്ചകൾക്കും ചില ഒടിച്ചിലുകളൊക്കെ സാധ്യതയുണ്ട്. വാഹനം കൊണ്ട് ചിലപ്പോൾ തെന്നി വീഴാനോ, അല്ലെങ്കിൽ വെറുതെ വാഹനം തമ്മിരുന്ന് വീഴാനോ, അങ്ങനെയൊക്കെ നമുക്ക് ഒരു യോഗസ്ഥിതി ഉണ്ട് ഈ നാളുകാർക്ക് ഈ സമയം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് വാഹനങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് അത് ഉടനടി നടക്കാനുള്ള ഒരു സാഹചര്യം വന്ന് ചേരും. വിവാഹാധികാരികൾ വരാനും അതൊക്കെ നടക്കാനും ഉറക്കാനൊക്കെ ഉള്ളൊരു സന്ദർഭവും സമയമൊക്കെയാണ് ഈ നാളുകാർക്കിത്. വിശാഖമനിയത്തിൽ കേട്ട നാളുകാർക്ക്. അപ്പോൾ അത് നടക്കും. ഉടനടി നടക്കാനും ഭാഗ്യസ്ഥിതിയിലൊക്കെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അതൊരു ഗുണസ്ഥിതിയാണ്. പിന്നെ പറയണമെങ്കിൽ ചില ആപത്തുകൾ വന്നു ചേരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പല വിധേനയുള്ള ചില ആപത്തുകൾ. ധനം നമ്മളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും അപഹരിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ ഒരാപത്താണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ഒരാപത്താണ്. അപകീർത്തി വന്നു ചേരുന്നത് ഒരാപത്താണ്. രോഗാവസ്ഥകളുടെ മൂർച്ഛന്നാവസ്ഥ വരുന്നത് ഒരാപത്താണ്.
അപ്പോൾ അങ്ങനെ ഇതേതെങ്കിലും മുഖേന ഒരു ചെറിയ ആപത്ത് ഘട്ടം നമുക്ക് വരാൻ ഉള്ള ഒരു സാധ്യതയും സമയവും സന്ദർഭമൊക്കെയാണിത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ യാത്രകൾക്ക് ധാരാളം സാധ്യത ഉള്ള ഒരു സമയമാണിത്. പല വിധേന യാത്രകൾ ചെയ്യാൻ സാധിക്കും. അധികം ചിലവൊന്നുമില്ലാതെ പല ആൾക്കാരുടെ കൂടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെയൊക്കെ പോയി വരാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ക്ഷേത്ര ദർശനം അത് പ്രാധാന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ചില ആപത്തുകൾ ആ വഴി നമ്മളുടെ കയ്യിൽ നിന്ന് മാറിപ്പോകും. ക്ഷേത്ര ദർശനത്തിൻ്റെ കുറച്ച് അഭിവൃദ്ധിയും അനുഗ്രഹമൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയം കൂടിയാണ് ഈ നാളുകാർക്ക് ഈ സമയം. അപ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവും. ചില ഈ നാളുകാരുടെ വിശാഖം വലിയ നാളുകാരുടെ ചില സന്താനങ്ങൾ, പെൺ സന്താനങ്ങൾക്ക് ചില അഭിവൃദ്ധികളും കാര്യങ്ങളും വിജയങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റിയ ഒരു സമയവും സന്ദർഭമൊക്കെയാണിത്. അങ്ങനത്തെ ഒരു ഭാഗ്യസ്ഥിതി അവർക്കുണ്ട്. പെൺകുട്ടികൾക്ക് ഈ നാളുകാരുടെ സന്താനങ്ങളായിട്ടുള്ള പെൺകുട്ടികൾക്ക് ചില ഗുണങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ചേരും. വിവാഹാദി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് വിവാഹങ്ങൾ വന്നു ചേരും. ജോലി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടും. രോഗാവസ്ഥ ഇരിക്കുന്ന ആൾക്കാർക്ക് രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും. പഠനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പഠനത്തിൽ ഏറ്റവും നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മത്സരങ്ങളിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള അഭിവൃദ്ധിയുള്ള ഒരു സമയമാണിത്. അങ്ങനെയൊക്കെ വന്ന് ചേരും. അതുപോലെ തന്നെ ആൺകുട്ടികൾ, വിദ്യാഭ്യാസം നയിക്കുന്ന ആൺകുട്ടികൾ, ജോലി നോക്കുന്ന ആൺകുട്ടികളൊക്കെ ഈ നാളുകാരുണ്ടെങ്കിൽ അവർക്ക് ശകലം ബുദ്ധിമുട്ടുകൾ ബാധിക്കും. ശാരീരികമായിട്ടുള്ള ചില രോഗാവസ്ഥകൾ ബാധിക്കും. ചില നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരും. ധനമായിട്ട് ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ചുള്ള സാമഗ്രികളായിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് നഷ്ടങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ അനിയന്ത്രിക്കേണ്ട ആളുകാരുടെ ഗൃഹങ്ങളിൽ, അനിയന്ത്രിക്കേണ്ട ആളുകാർ വസിക്കുന്ന വീടുകളിൽ ചില മോഷണങ്ങൾ നടക്കാനുള്ള സാധ്യതകളുള്ള സമയമാണിത്. ചിലപ്പോൾ ശകലമാവാം. ഏതെങ്കിലും ഭിക്ഷക്കാരാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ നമ്മളറിയാതെയൊക്കെ വന്ന് അപഹരിച്ചുകൊണ്ട് പോകാറുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഒരു അപഹരണ സ്ഥിതിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ചില ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരാനൊക്കെ ഉള്ള ഒരു സമയമാണ് ഈ ആഴ്ച, ഈ വാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ടൊക്കെ സംരക്ഷിക്കാൻ കിട്ടുന്ന ഭാഗ്യങ്ങളൊക്കെ ആപത്തുകൾ വരുമ്പോൾ ആപത്തുകളൊന്നും നമുക്ക് ബാധിക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ പരിഹാരങ്ങൾ, വഴിപാടുകളൊക്കെ ഉണ്ട്. ആ വഴിപാടിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ആപത്തുകളൊന്നും തന്നെ ബാധിക്കില്ല. വരേണ്ട ഭാഗ്യാനുഭവങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ട വഴിപാട്, എവിടെയെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കുക. മഹാദേവന് കുവളമാല ചാർത്തി പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാനെ, കൃഷ്ണ ഭഗവാനെ നെയ്വിളക്ക് തിരുമധനം കഴിച്ച് പ്രാർത്ഥിക്കുക. ഇതിൽ ഏതെങ്കിലും വഴിപാടുകൾ കഴിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഈ രോഗാദുരിതങ്ങളും ഈ അത്യാപത്തുകളും അപകീർത്തികളും മറ്റു ക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടും. ഈ നാളുകാർ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് മോചനം ലഭിക്കും. അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യസ്വാമിക്ക് പാൽപ്പായസം, മഹാദേവന് കുവളമാല, ശ്രീകൃഷ്ണ ഭഗവാന് നെയ്വിളക്ക് തിരുമധുരം എന്നീ വഴിപാട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് വരുന്ന ആപത്തുകൾ അതുവഴി മോചനം കിട്ടിക്കോളും. സംശയം വേണ്ട. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കാം. നിങ്ങളെല്ലാവരും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ നമുക്ക് കമൻ്റായിട്ടൊക്കെ ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ എഴുതിയെടുക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ.